നോർത്ത് പറവൂർ നഗരസഭ അംബേദ്കർ പാർക്കിലെ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും സംഘടനയുടെ ലോഗോ പ്രകാശനവും പാർക്കിൽ വെച്ച് നടന്നു. എല്ലാവരും ചേർന്ന് ഒരുക്കിയ പൂക്കള നിർമ്മാണത്തിന് ശേഷം നടന്ന പരിപാടികൾ പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുക. നടക്കാനുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള വ്യായാമം ചെയ്യാവുന്ന ആൾക്കാർക്ക്, പാട്ട് കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കാം. അങ്ങനെ വേറെ എന്ത് ആക്ടിവിറ്റീസും നല്ല രീതിയിൽ കൊണ്ടുനടക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പം അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. ഈ വൈകിയ വേള ഞാൻ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. നമുക്ക് ഒരു വലിയൊരു നല്ല നാളെയുടെ കഴിഞ്ഞ ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഓണം. ഈ ഓണക്കാലത്ത് എങ്ങും ഞാനിപ്പോൾ ഒരു ചെറിയ കടക്കാരനും ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. എവിടെയെങ്കിലും ഏത് ചെറിയ കടയിലാണെങ്കിലും ആ ഓണത്തിൻ്റെ കച്ചവടം ഉണ്ടാവും, എങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും. അപ്പം അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾക്ക് ഒരു സന്തോഷത്തിൻ്റെ ഉത്സവ പ്രതീതി നൽകുന്നതാണ് ഇപ്പോൾ അതിൻ്റെ. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ MLA കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആയി. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓണമാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഷിബു വെളുത്താട്ട് അധ്യക്ഷനായി. ലോഗോ പ്രകാശനം മുൻ നഗരസഭാ ചെയർപേഴ്സൺ VA പ്രഭാവതി നിർവഹിച്ചു. പ്രസന്നചന്ദ്രൻ സന്ദേശം നൽകി. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പതിവുപോലെ ഈ വർഷവും നമ്മുടെ ഓണാഘോഷം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. പോയ ഒരു 6 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ഈ ചെറിയൊരു പ്രസ്ഥാനം ഇന്ന് ഈ മഹത്തായ ഒരു കൂട്ടായ്മയുടെ നിദാനമായി മാറിയിരിക്കുന്നു. സ്നേഹം, പരസ്പര വിശ്വാസം, ദയ, ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് അല്പസ്വല്പ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ഇതുവരെയുള്ള നാളുകൾ നമ്മൾ കാണിച്ചിട്ടുള്ള കൂട്ടായ്മ, സ്നേഹം, പരസ്പര സഹകരണം, ഈ മേഖലകൾ ഇനിയും തുടർന്നു പോകാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു മാതൃകയാക്കാൻ നമ്മുടെ പ്രവർത്തനം ഉപകരിക്കട്ടെ എന്നാണ് നമ്മളുടെ ലക്ഷ്യം. കോർഡിനേറ്റർമാരായ ആന്റണി കളത്തിൽ, ദിലീപ് പെരുവാരത്ത് എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന കായിക മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണ പായസ വിതരണവും നടന്നു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.